ഗീത പ്രഭാകർ ക്യാരക്ടറും ശരി, എൻ്റെ ക്യാരക്ടറും ശരി, വി ആർ മോർ പ്രൊട്ടക്റ്റീവ് അബൌട്ട് ദ ഫാമിലി. ഈ ഫാമിലിക്ക് വേണ്ടി, മോക്ക് വേണ്ടി, മോന് വേണ്ടി അവര് എങ്ങനെ ഹൗ ക്യാൻ ദേ പ്രൊട്ടക്ട് ദെയർ ഫാമിലി? അതാണ് ആക്ച്വലി ദേ ഗോ ടു എനി ലെങ്ത്, ദേ ഗോ ടു എനിവെയർ, എനി ലെങ്ത് ടു പ്രൊട്ടക്ട് ദെയർ ഫാമിലി. അതാണ് ആക്ച്വലി ഒരു ഈ ഇമോഷൻസ് അണ്ടർ കറന്റ് ഉള്ള ഒരു സിനിമ, ഒരു ക്യാരക്ടറാണ്. യാ. ഇപ്പൊ ഗീത പ്രഭാകറിന്റെ കാര്യം എനിക്ക് ആലോചിച്ചിട്ട് പലപ്പോഴും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം പ്രഭാകരൻ ഓൾറെഡി മകൻ എന്തോ മോശമായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മകൻ ആളുകളെ വേദനിപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ട്, അതിൽ ആൾ കുറച്ച് കൺവിൻസ്ഡാ. പക്ഷെ ഗീത പ്രഭാകർ ഒരു തവണ പോലും മകൻ എന്തെങ്കിലും റോങ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ കൺവിൻസ്ഡേ അല്ല. അതുകൊണ്ടാണ് അവരുടെ ക്രൂരത ഒരിക്കലും, ക്രൂരത എന്ന് വെച്ചാൽ നമ്മൾ ജോർജ് ജൂഡിയുടെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ക്രൂരത കേട്ടോ, ക്രൂരത ഒട്ടും കുറയാത്തത്. ഈ വട്ടമെങ്കിലും ഗീത പ്രഭാകർ മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുക. ഗീത പ്രഭാകർ ഒരിക്കലും ഒരു ക്രൂരയായിട്ടുള്ള സ്ത്രീയോ അങ്ങനെയൊന്നും അല്ലല്ലോ. എല്ലാ മക്കൾക്കും അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും മക്കൾ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറയുന്ന പോലെ എൻ്റെ കുട്ടി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള എല്ലാ റൈറ്റും ആ ഒരു അമ്മയ്ക്കുണ്ടല്ലോ, ഗീതാ പ്രഭാകറിനുണ്ടല്ലോ. ഗീതാ പ്രഭാകർ ഒരിക്കലും പറയുന്നില്ല അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവർക്കും ഒരു ജസ്റ്റിസ് വേണ്ടേ. എവിടെയാണ് മകൻ എന്ന് അറിയാനുള്ള എല്ലാ അർഹതയും ആ അമ്മയ്ക്കില്ലേ. അല്ലാതെ തെറ്റ് ചെയ്തതുകൊണ്ട് കൊന്നു കളയോ അല്ലെങ്കിൽ കളഞ്ഞു കളയോ കാണാതെ പോട്ടെ എന്നൊന്നും ഒരു അമ്മയും ആഗ്രഹിക്കില്ലല്ലോ. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടോട്ടെ, പക്ഷെ എൻ്റെ മകൻ എവിടെയെന്നുള്ള അതറിയാനുള്ള ഒരു തീർച്ചയായിട്ടും അമ്മയ്ക്കൊരു അർഹതയുണ്ടല്ലോ. അതാണ് ഗീതാ പ്രഭാകറിന്റെ വേർഷൻ. രണ്ട് ഡയലോഗുകൾ ആളുകൾ പിന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണും, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആവേശമുള്ളതാണ്. ഒന്ന്, വെറും 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി മാത്രമല്ല അവന് എന്നുള്ളത്. 2, അവൻ കളി തുടങ്ങി എന്നുള്ളത്. 3ാം ഭാഗത്തിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ഇവനത് നിർത്തില്ല അല്ലേ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹമുള്ള ഡയലോഗ് ഉണ്ടോ? അയാളെ നമുക്ക് തോൽപ്പിക്കുക എളുപ്പമല്ല, എന്ത്? അയാളെ തോൽപ്പിക്കുക നമുക്ക് ഒരിക്കലും എളുപ്പമല്ല, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അത് പറയണ്ട. ഈ 2 ഡയലോഗ്സും പറയുമ്പോ അറിയായിരുന്നു ഇത് ഇത്രയും വർക്കാവും, ഇത്രയും ഇത് തിയേറ്ററിൽ ഇതൊരു ഓളം ആയിരിക്കും, തിയേറ്ററിലും ഹോം സ്ക്രീനിലും. ഈ 2 ഡയലോഗ് പറയുമ്പോൾ സ്പെസിഫിക്കലി എന്തായിരുന്നു ഇമോഷൻ? ദൃശ്യം 1-ല് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. ഓഫ് കോഴ്സ് കഥാപാത്രത്തിനെ കുറിച്ച് അറിയാം, പക്ഷേ ഈ ഒരു ഡയലോഗ് ഇങ്ങനെ ആൾക്കാരുടെ മനസ്സിലുണ്ടാവും ഇത്രയും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. ദൃശ്യം 2-ല് വരുമ്പോഴും അവർ ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു പ്രതീക്ഷ, ഓക്കെ ഇതൊരു പഞ്ചാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആദ്യത്തേനും നമുക്ക് അറിയില്ലല്ലോ, ഒന്നും അറിയില്ല അതെങ്ങനെ സിനിമ എങ്ങനെ വർക്കാവും, അല്ലെങ്കിൽ എത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ജോർജ് കുട്ടിയും കുടുംബം എന്ന് പറയുന്നത് പ്രേക്ഷകർ അവരായി തന്നെ കാണുന്നൊന്നും നമുക്കറിയില്ല. സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ജനങ്ങളുടെ പൾസും അറിയാം, സിനിമയുടെ ഒരു പോക്കറിയാം. രണ്ടാമത്തെ അത് എനിക്ക് തോന്നിയിരുന്നു ചിലപ്പോൾ ആ ഒരു ഡയലോഗ് ആൾക്കാർക്ക് പഞ്ചാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയിരുന്നു. ഇപ്പൊ ലാൽ സാർ ഒട്ടും പ്ലാൻ ചെയ്യാതെ അഭിനയിക്കുന്ന ഒരാളാണ്, നമുക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏറ്റവും നാച്ചുറലായ ആക്ടറായിട്ട് തോന്നുന്നത്. സോ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. സോ അത് എപ്പോഴെങ്കിലും ഒരു ചാലഞ്ചായിട്ട് ബിൽഡായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ പല ഡയലോഗുകൾ ഇപ്പോൾ നമ്മുടെ പോലീസ് പിടിക്കുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ജനലിൻ്റെ കമ്പി പിടിച്ചിട്ടാണ് ലാൽ സാർ ഡയലോഗ് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് പെട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് രക്ഷപ്പെടാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ ആ സത്യം എന്നോടൊപ്പം മണ്ണിലലിയട്ടെ എന്നൊക്കെ പറയുമ്പോൾ പത്രത്തിൽ വായിക്കുന്നത് പോലെ തന്നെയാണ് മീനയുടെ അടുത്ത് ഫേസ് ചെയ്ത് പറയുന്നത്. സോ ആക്ച്വലി ഒരു മുഖം തരാതെ അഭിനയിക്കുക ചെയ്യുന്നത്. അതായത് മീന ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ മാമിൻ്റെ അടുത്ത് മുഖം തരാതെ പോലും അദ്ദേഹം പെർഫോം ചെയ്യും. സോ അത് ഭയങ്കര കൺവിൻസിങ് ആണ്. പക്ഷെ ആ ഫ്രെയിമിനകത്ത് നിൽക്കുമ്പോഴേ ഇദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല, അതൊരു ടെൻഷനായിട്ട് എപ്പോഴും ബിൽഡ് ആവുമോ? കഥ നമുക്ക് ആദ്യം തന്നെ അറിയാലോ, അതിന്റെ ആ സീനിന് എത്ര വേണോ എന്ത് വേണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, വി ഓൾറെഡി നോ ദ സ്റ്റോറി, സോ വി ഓൾറെഡി നോ ദ സീൻ. സോ ഇറ്റ് ഈസ് ഓൺലി ഹിസ് പെർഫോമൻസ്. അത് എങ്ങനെ അവർ ചെയ്യുന്നുണ്ട്, എത്ര ഇമ്പാക്റ്റ് അത് വരും, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവരെങ്ങനെ ഉണ്ടാവും, അങ്ങനെ തോന്നില്ല. ബിക്കോസ് വി ഓൾറെഡി നോ ദ സീൻ, വി ഓൾറെഡി നോ ദ സ്റ്റോറി. സോ അങ്ങനെ തോന്നില്ല. ബട്ട് ഓഫ് കോഴ്സ് വർക്കിംഗ് വിത്ത് ലാലേട്ടൻ വാസ് ലൈക്ക് ഓൾവേസ് ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഒരു ലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ, ഭയങ്കര ഇൻസൈറ്റ് ഉള്ള ഒരു ലൈൻ ആയിരുന്നു. അതായത് ടു കോൾ ഹിം എ co-star ഇറ്റ്സ് എൻ ഓണർ, ബട്ട് ആസ് എ ഫ്രണ്ട് ഇറ്റ്സ് എ ബ്ലെസ്സിങ് എന്നുള്ളത്. വൈ ഈസ് ഹി ബ്ലെസ്സിങ്?
Oh, എന്താ പറയാ, he's a legend. He's somewhere, but he still chooses to be very normal, very friendly with all of us. ഞങ്ങളെ പോലെ തന്നെയാണ്. ഞങ്ങളോടൊപ്പം സംസാരിക്കുന്നതും, we sit and eat and sit and joke with us. This is like, he doesn't have to. അവരുടെ സ്റ്റേറ്റസിന് അതൊന്നും വേണ്ട. But he still chooses to be very grounded, very normal like us and be with us. It's a nice thing, and to call him a friend is definitely a blessing. Definitely a blessing. To call him Lalita, I have some trouble, I have some problem. Can you help me? Angana chodikkum. Of course, he will not even think twice. He will definitely help you out. So that kind of a person to be a friend is definitely a blessing. Nice. Yeah, and he, not just him, his whole family, everybody. And I mean, I know him since etra kollaite, from Varna Pagette times, from 90s, So it's quite a long travel with Laletan and family. And ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിനുള്ള ഈ ഒരു സർപ്രൈസ് ഫാക്ടർ ഉണ്ടല്ലോ, എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പൊ വില്ലനിലൊക്കെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് കണ്ണുകളിൽ അത്രയും സങ്കടമാണ്, പക്ഷെ മുഖം കൊണ്ട് ചിരിക്കുകയാണ്. വളരെ റെയർ ആയിട്ട് മാത്രം അദ്ദേഹം അങ്ങനത്തെ എക്സ്പ്രഷൻസ് നമ്മൾ ആക്ടറിൽ കാണുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം ഡയലോഗുകൾ മുറിക്കുന്ന ഒരു വിധമുണ്ട്. ഇപ്പം ചന്ദ്രോത്സവത്തിലൊക്കെ അങ്ങനത്തെ വലിയ ലിറിക്കലാണ് ആ സിനിമ മൊത്തം. അപ്പൊ അത് അങ്ങനെ ഡയലോഗുകൾ പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഡയലോഗുകൾ മുറിക്കാൻ ഒരു പക്ഷേ ലോകത്ത് മോഹൻലാലിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ആക്ടറുടെ കൂടെ സ്ക്രീൻ ഷെയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള ഒരു സിനിമയിൽ എത്തുക, എന്താ അവിടെ നിന്ന് എടുക്കുന്ന ഒരു ടേക്ക് അവേ, എന്തായിരിക്കും ഒരു ലേണിംഗ്? ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ലാലേട്ടനെ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അത്രയും വലിയ സന്തോഷം. അതും എന്റെ ആദ്യത്തെ പടം, ലാലേട്ടനായിട്ടുള്ള ആദ്യത്തെ പടം ദൃശ്യം. വേറെന്താ വേണ്ടേ? അങ്ങനെ ആ ഒരു ദൃശ്യം, ജീത്തു ജോസഫ്, ലാലേട്ടൻ, ആ ഒരു കോമ്പിനേഷനിൽ തന്നെ എനിക്ക് ലാലേട്ടൻ്റെ ആദ്യത്തെ പടത്തിൽ ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ നമ്മൾ അഭിനയിക്കുന്ന കാണുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പിന്നെ പ്ലേ ബാക്കിൽ നോക്കുമ്പോഴാണ് ഇത്രയൊക്കെ എപ്പോഴാ ചെയ്തത്. അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവൂല, പക്ഷെ മോണിറ്ററിൽ കാണുമ്പോൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് തോന്നും. എന്നുവെച്ചാൽ ഇത്രയൊക്കെ നേരിട്ട് കാണുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവൂല. അത് ഭയങ്കര കഴിവാണ്. അതെനിക്ക് തോന്നുന്നു ലാലേട്ടന് മാത്രമേ അതിനെ ജിത്തു പറ്റൂ. സാർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫസ്റ്റ് ദൃശ്യം 1 ഷൂട്ടിന്റെ സമയത്ത് ഫസ്റ്റ് ഷൂട്ട് ചെയ്തിരുന്ന അദ്ദേഹം കാർ എടുത്തിട്ട് കോറിയിൽ കൊണ്ടുപോയിടുന്ന സീക്വൻസ് ആണ്. അപ്പൊ കാർ പെട്ടെന്ന് ഇതാവുമല്ലോ, ഓൺ ആവുമ്പോ ഇതാവുമ്പോ അത് കണ്ട് ഞെട്ടുന്ന സീക്വൻസ് ആണ്. അപ്പൊ ഇത് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് പുള്ളിക്ക് ഒരു തൃപ്തിയില്ല. പക്ഷെ വൺസ് മോണിറ്ററിൽ നോക്കിയപ്പോ അത് പെർഫെക്റ്റ് മീറ്റർ ആയിരുന്നു. അത് ലാലേട്ടന് ആ ഒരു മീറ്റർ അറിയാം, ലൈക്ക് എത്ര ചെയ്താലും അത് മോണിറ്ററിന് കറക്റ്റ് ആവുക എന്നുള്ളത്. അത് പിന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ആക്ടറും കൂടെയാണ് ലാലേട്ടൻ. ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ ഞാൻ ആദ്യം ചെയ്ത സീൻ, ആ ഇൻട്രോഗേഷൻ സീനാണ് ദൃശ്യം 1 ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ടെൻഷനിൽ, അതിന് മുമ്പ് ഞാൻ ഒരു ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു, കർമ്മയോധ, രണ്ടാമത്. ബട്ട് സ്റ്റിൽ അതൊരു വൈഫ് റോളാണ്, ഒരു ഇത് അങ്ങനെയല്ലല്ലോ. പക്ഷെ നമുക്ക് തരുന്ന ഒരു ധൈര്യമില്ലേ, ആ ഒരു പ്രസൻസ് തരുന്ന ധൈര്യം, ഡു ഇറ്റ്, ഐ ആം വിത്ത് യു എന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എനിക്ക് മാത്രമല്ല, എല്ലാ ആക്ടേഴ്സിനും ലാലേട്ടൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ ഹി വിൽ നോട്ട് മേക്ക് us ഫീൽ ദാറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പോലും ഫീൽ ചെയ്യുന്നത്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ആൾക്കാരെ പോലെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ട്, അങ്ങനെ ലാലേട്ടൻ ഇസ് ലൈക്ക് ദാറ്റ്.